മലയാളികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ ഒരു ഇടം ആണ് താമരശ്ശേരി ചുരം എന്നത്. ഒരുപക്ഷെ പലരും ആ വഴി യാത്ര ചെയ്തിട്ടുണ്ടാകും, പലരും ഈ പ്രദേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. വളരെ പ്രശസ്തമായൊരു സിനിമാ ഡയലോഗ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. കുതിരവട്ടം പപ്പുവിൻ്റെ ആ ഡയലോഗ് അത് സോഷ്യൽ മീഡിയകളിൽ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒന്നാണ്. എന്തായാലും അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് എങ്കിൽ പോലും ഈ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര പലർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കാറുള്ളത്. അവിടെ ഒരു തുരങ്കപാത നിർമ്മിച്ചുകൊണ്ട് കിലോമീറ്ററുകളുടെ ലാഭം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി, അതാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഈ തുരങ്കപാതയ്ക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണൽ ആണ് ഇത് എന്നതാണ്. അതായത് ഇരട്ട തുരങ്കങ്ങളിലൂടെയുള്ള യാത്രയാണ് അവിടെ സാധ്യമാകുന്നത് എന്നതാണ്. താമരശ്ശേരി ചുരം കയറാതെ വയനാട്ടിലേക്ക് എത്താം എന്നതാണ് ഈ തുരങ്കപാതയുടെ പ്രത്യേകത. 35 കിലോമീറ്റർ ആണ് ഇങ്ങനെ ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിലൂടെ യാത്രക്കാർക്ക് ലാഭിക്കാൻ പറ്റുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഈ തുരങ്കത്തിൻ്റെ ദൈർഘ്യം എന്നത് 8.73 കിലോമീറ്റർ ആണ് എന്നതാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നായി മാറും. കേരള പൊതുമരാമത്ത് വകുപ്പാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം നടത്തുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൽ നിന്ന് കിഫ്ബിയിലടക്കം ഉൾപ്പെടുത്തി ലഭ്യമാക്കുന്ന ഫണ്ടാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 2006 ആയിരുന്നു തുരങ്കപാത എന്ന ഈ ഒരു ആശയം, അതായത് താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കി കൂടുതൽ സുഖകരമാകുന്ന എളുപ്പത്തിലുള്ള ഒരു യാത്ര എന്ന ആശയം ചർച്ച ചെയ്യപ്പെട്ടത്. 2020 ഇതുമായി ബന്ധപ്പെട്ട ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് 2025 ജൂണിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയും ലഭിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ആണ് ഈ പദ്ധതിയുടെ ദൈർഘ്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ആകെ ഈ തുരങ്കപാതയുടെ ദൈർഘ്യം എന്നത് 8.735 കിലോമീറ്റർ ആണ്. ഇങ്ങനെ ഉള്ള ഈ തുരങ്കപാത കടന്നു പോകുമ്പോൾ 2 ജില്ലകളാണല്ലോ ബന്ധിപ്പിക്കപ്പെടുന്നത്, വയനാട് ജില്ലയും കോഴിക്കോടും. വയനാട് ജില്ലയിലൂടെ 5.58 കിലോമീറ്റർ ആണ് ഈ തുരങ്കപാത കടന്നു പോവുക. കോഴിക്കോട് ജില്ലയിലൂടെ 3.15 കിലോമീറ്റർ. അങ്ങനെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുകയാണ് ഈ തുരങ്കപാത എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ കോഴിക്കോട് മറിപ്പുഴ മുതൽ വയനാട് മീനാക്ഷി പാലം വരെയാണ് തുരങ്കപാതയുടെ പ്രധാന ദൈർഘ്യം എന്നത്. അവിടെ മാത്രം 8.11 കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രത്യേകതയായി പറയേണ്ടത്. ചൂരൽമല സ്റ്റേറ്റ് ഹൈവേയുമായിട്ടാണ് ഈ തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത് എന്നതും എടുത്തു പറയണം. മറിപ്പുഴ, മുത്തൻപുഴ, ആനക്കാമ്പൊയിൽ റോഡുമായാണ് തുരങ്കത്തിൻ്റെ കോഴിക്കോട് ഭാഗത്തെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഈ ഇരട്ട തുരങ്കങ്ങളുടെ ദൈർഘ്യം എന്നത് 8 കിലോമീറ്ററിൽ അധികം ആണ് എന്ന് പറയുമ്പോൾ 2 തുരങ്കങ്ങൾ തമ്മിൽ ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും എന്നതും കൂടി എടുത്തു പറയാം. മറ്റൊന്ന്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാനപ്പെട്ട പാലങ്ങൾ ഈ തുരങ്കപാതയുടെ ഭാഗമായി തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. 3 ചെറുപാലങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കേണ്ടതായി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.